കൂട്ടുകാരെ നമസ്കാരം. ഒരു നാടൻ കടച്ചക്ക കറിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഷെഫ് ജോജിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നാടൻ കടച്ചക്ക കറി തയ്യാറാക്കുവാനായി കടച്ചക്ക ചെറിയ ചെറിയ പീസുകളാക്കി വാഷ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഒരു കടച്ചക്കയാണ് ഇതിനായി എടുത്തിട്ടുള്ളത്. ഇനി തേങ്ങ വറുത്തുള്ള ഒരു കൂട്ടാണ് നമുക്ക് തയ്യാറാക്കേണ്ടത്. അതിനായിട്ട് 1.5 കപ്പ് ചിരകിയ തേങ്ങ ഒരു ഫ്രൈങ് പാനിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കണക്കിന് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുകയാണ്. ഒരു 4 ചെറിയുള്ളി കൂടി ചെറുതായി അരിഞ്ഞ് ചേർക്കുന്നു. ഒരു തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർക്കുന്നു. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് ഇത് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ തേങ്ങ നന്നായി റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഈ പരുവത്തിന് നമുക്കിത് മിക്സി ഉപയോഗിച്ച് നന്നായി പേസ്റ്റ് ചെയ്ത് എടുക്കാം. ഇനി കടച്ചക്ക കറി തയ്യാറാക്കാം. അതിനായി പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ കണക്കിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഒരു 2 പച്ചമുളക് നീളത്തിലരിഞ്ഞ് ഇട്ട് കൊടുക്കുകയാണ്. 8 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർക്കുന്നു. ഇതിനെയും മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന കടച്ചക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഒരുമിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഒരുപാട് വഴറ്റിൻ്റെ ആവശ്യമില്ല. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾ പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, ഇറച്ചി മസാലപ്പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. ഇത്രയും ചേർത്ത് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൗഡർ റോസ്റ്റായി കഴിയുമ്പോൾ ഏകദേശം 1.5 ഗ്ലാസോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കടച്ചക്ക കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇതിലേക്ക് ചേർക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞ് ഇത് ഓപ്പൺ ചെയ്തു. ഇപ്പോൾ കടച്ചക്ക നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യമേ മിക്സിയിൽ അരച്ചു വെച്ച കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. ഇപ്പോൾ കടച്ചക്ക കറി റെഡിയായിട്ടുണ്ട്. ഉപ്പ് ചെക്ക് ചെയ്ത് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി കടുക് താളിച്ചു കൊടുക്കാം. അതിനായി ഒരു പാത്രം എടുത്തിട്ടുണ്ട്. പാത്രം ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഏകദേശം 1.5 ടേബിൾ സ്പൂൺ കണക്കിന് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കുകയാണ്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 2 വറ്റൽ മുളക് കൂടി അതിലേക്ക് ചേർക്കുന്നു. 1 തണ്ട് കറിവേപ്പില കൂടി ചേർക്കുന്നു. ഇനി കടച്ചക്ക കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു അടിപൊളി നാടൻ ടേസ്റ്റിലുള്ള കടച്ചക്ക കറിയാണ് ഇപ്പോൾ നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാവർക്കും വളരെ എളുപ്പം തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ് കടച്ചക്ക കറി. ചോറിൻ്റെ കൂടെയും ചപ്പാത്തി പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറി തന്നെയാണ് കടച്ചക്ക കറി. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഷെഫ് ജോജി ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. ഷെഫ് ജോജി യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും പഴയ ഒരുപാട് വീഡിയോകളുണ്ട്. അതൊക്കെ കാണുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.